13 തവണ ബിസ്മി എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യമായി തന്നെ വുളൂ ചെയ്യുക, അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമാണ് ഈ സുന്നത്ത് നമസ്കാരം. നമസ്കാരം അള്ളാഹുവിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഖിബിലക്ക് മുന്നിട്ട് തന്നെ ഇരുന്ന് ആ ഒരു ഉടനീളം 113 തവണ എഴുതുന്ന സമയം മുഴുവനായിട്ടും ആരോടും സംസാരിക്കാതെ എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഒരു വെള്ള കടലാസ് 113 എണ്ണം തികയാൻ പാകത്തിനുള്ള ഒരു A4 സൈസ് പേപ്പറിൽ നമുക്ക് 113 എണ്ണം തികക്കാൻ പറ്റുന്നതാണ്. അത്തരത്തിലുള്ള ഒരു കടലാസ് വരയില്ലാത്തതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ കറുത്ത മഷിയാണ് ഉത്തമം എന്ന് പറയുന്നു, എങ്കിലും നിർബന്ധമില്ല. മറ്റു ഏത് മഷി എഴുതിയാലും കുഴപ്പമില്ല. അങ്ങനെ 113 എണ്ണം എഴുതാൻ പാകത്തിനുള്ള ഒരു വെള്ള കടലാസിൽ ഖിബിലക്ക് മുന്നിട്ട് നിന്ന് അത് എഴുതാൻ തുടങ്ങുക. ഹറക്കത്തൊന്നുമില്ലാതെ ബിസ്മി ഈ രൂപത്തിൽ എഴുതുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നമ്മൾ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ഹലാലായ എന്ത് മുറാദുകളൊക്കെയാണോ എല്ലാ ഹലാലായ മുറാദുകളും നമ്മുടെ മനസ്സിൽ വിചാരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു വേണം ബിസ്മി എഴുതി തുടങ്ങാൻ. എല്ലാം ഇഖ്ലാസോട് കൂടി എഴുതിയ ഈ ബിസ്മി നമ്മൾ 113 തവണ എഴുതിയതിന് ശേഷം ഇത് 113 തവണ ചൊല്ലുകയും അതോടൊപ്പം തന്നെ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ആ പേപ്പറിലേക്ക് ഊതി മന്ത്രിച്ച് നമ്മുടെ ദുആ മനസ്സിലുള്ള മുറാദ് എന്താണോ അത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും 113 തവണ നിത്യമാക്കുന്നത് വളരെയധികം നമ്മുടെ മുറാദ് ഹാസിലാവാൻ വളരെയധികം നല്ലതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.